എറണാകുളം വെണ്ണലയിലെ അമ്മയുടെ മൃതദേഹം വീട്ടുമുറ്റത്ത് കുഴിച്ചിടാൻ മകന്റെ ശ്രമം. മൃതദേഹം കുഴിച്ചിടാൻ ശ്രമിക്കുന്നത് കണ്ട നാട്ടുകാരാണ് വിവരം പോലീസിൽ അറിയിച്ചത്. വെണ്ണല സ്വദേശി അല്ലിയാണ് മരിച്ചത്. മകൻ പ്രദീപ് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. വിഷ്ണുപ്രകാശ് വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, ഈ മരണത്തിൽ അസ്വാഭാവികതയുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ടോ ഇപ്പോൾ? മധു, ഇന്ന് രാവിലെ വെളുപ്പിന് 4 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ മദ്യപാനിയായ മകൻ പ്രദീപ് എന്ന പേരുള്ള മകൻ ഈ അമ്മയെ ഇവിടെ കുഴിച്ചിടുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ താമസിക്കുന്ന വീട്ടിൽ പതിവായി ഈ പ്രദീപ് മദ്യപിച്ചെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തരത്തിലാണ് എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. ഏതായാലും ഇന്നലെ വാക്കേറ്റം ഉണ്ടായതിനെ തുടർന്ന് ഈ അമ്മയെ കൊന്ന് കുഴിച്ചു മൂടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ സമീപ പ്രദേശത്തുണ്ടായിരുന്ന വീട്ടുകാർ ഇത് കണ്ടതിനെ തുടർന്നാണ് ഇവർ പോലീസിൽ അറിയിക്കുകയും തുടർന്ന് പോലീസ് എത്തിയാണ് ഈ ഒരു വിവരം പുറത്തോട്ട് അറിയുന്നത്. ഇപ്പോൾ ഏതായാലും പ്രദീപിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ പ്രദീപിനെ കൂടുതൽ ചോദ്യം ചെയ്യലിനും മറ്റുമായി പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഈ പ്രദേശത്തുള്ള നാട്ടുകാരൊക്കെ എന്താണ് പറയുന്നത്? അവരിലേക്കൊന്ന് പോകും. ഒന്നും അറിഞ്ഞിട്ട് പുള്ളി ഇന്നലെ കൊണ്ടുപോയായിരുന്നു, മരുന്നിന് കൊണ്ടുപോയെന്നുള്ളതാണ് പരിസരവാസികളും പുള്ളിയുടെ അപ്പുറത്തെ ബന്ധുക്കളും. സ്ഥിരം മദ്യപാനിയാണ് പുള്ളി. സ്ഥിരം പ്രശ്നമാണ്. പലർക്കും പോലീസ് വന്ന് ഇവിടെ വന്ന് പിടിച്ചുകൊണ്ടൊക്കെ പോകാറുള്ളതാണ്. അയലോക്കാരൊക്കെ വിളിക്കുമ്പോഴൊക്കെ. അല്ലല്ല, സ്വന്തം നമ്മളാരും കണ്ടിട്ടില്ല. പക്ഷെ ബഹളമുണ്ട് ഇവിടെ. ആരും എടുക്കാറില്ല. പുള്ളി വയലന്റ് സ്വഭാവമായത് കാരണം ആരും നോക്കാറില്ല. ഇങ്ങനെ ബഹളം കൂടുമ്പോഴത്തേനും ആരെങ്കിലും പോലീസിനെ വിളിക്കും, പോലീസ് വരും. അങ്ങനെയാണ്. ഞങ്ങൾ രാവിലെയാണ് അറിയുന്നത്. ഇങ്ങനെ കുഴിയെടുക്കുന്ന കണ്ടപ്പോഴാണ് അറിയുന്നത്. അല്ല, അങ്ങനെയല്ല. അതായത് രാവിലെ കുഴിയെടുക്കുന്നുണ്ട് ആള്. കുഴിയെടുക്കുന്ന അതെ വെളുപ്പിന് അതെ കുഴിയെടുക്കുന്ന കണ്ടപ്പോഴാണ് ഇങ്ങനെ അറിഞ്ഞത്. പിന്നെ നോക്കുമ്പോൾ പുള്ളി ഒന്ന് കുഴിച്ചിടുകയാണ്. പിന്നെ ഒന്ന് നോക്കുമ്പോഴത്തേനും കാലൊക്കെ പുറത്തായിട്ടാണ്. അങ്ങനെയാണ് പോലീസിനെ ഇവിടുത്തെ അസോസിയേഷന്റെ പ്രസിഡന്റ് വഴി ഞങ്ങൾ അറിയിക്കുന്നത്. ഇന്നലെ ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്ഥിരം മദ്യപിച്ചിട്ടുള്ള ബഹളമാണല്ലോ സ്ഥിരം. അത് അവര് വന്നതിന് ശേഷമാണ് ഈ സംഭവം അറിഞ്ഞില്ല. അത് കഴിഞ്ഞ് സംഭവം അറിഞ്ഞു കഴിഞ്ഞാൽ പ്രായമായ അമ്മ പുള്ളി ഇന്നലെ മരുന്നിന് കൊണ്ടുപോയിട്ടുണ്ട്. ഭാര്യയായിട്ടൊക്കെ പുള്ളി ഉടക്കി. ഭാര്യ മൂത്ത മോനും വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്. ഭാര്യയുടെ വീടിന് അമ്മയും ഇളയ മോനുമാണ് താമസിക്കുന്നത്. അതെവിടെയാണെന്ന് അറിയില്ല. പുള്ളി ഏതോ ഹോസ്പിറ്റലിലൊക്കെ ഓട്ടോറിക്ഷ വിളിച്ചാണ്. വെള്ളം മദ്യം ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് വയലന്റ് ആണ്. അല്ലല്ല, അമ്മേനെ കൊണ്ടുപോയ കാര്യം പറഞ്ഞ. പുള്ളിക്ക് ചികിത്സയൊക്കെ ഉണ്ട്. അമ്മയായിട്ട് ഇവിടെ ഒച്ചപ്പാടും ബഹളം കാണും. പരിസരവാസികളൊക്കെ മടുത്തിരിക്കുകയാണ് ഇവിടെ. അതെ, 3 ആഴ്ചയായിട്ട് തുറന്നിട്ടില്ല. അല്ല, അവർക്ക് ആർക്കും താല്പര്യമില്ലാത്തതാണ്. അവരാരും ഇടപെടാറില്ല സത്യത്തില്. പുള്ളിക്ക് ഇവിടെ ടയർ കട ഉണ്ട്. ടയർ കട ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് തുറന്നിട്ടില്ല. സ്ഥിരം വെള്ളം ഒടിച്ച് നടക്കണേണ് പുള്ളി. ഈ ടയർ കട തുറക്കാതെ പുള്ളിയുടെ ഭാര്യ ഉടക്കി വണങ്ങിപ്പോയി. ഭാര്യ വീട്ടിലാണ്. മകള് ഇളയ മോനുണ്ട് കൂടെ. ഇളയ മോൻ ആളുടെ കൂടെ ഉണ്ട്. അതെ, ഇളയ മോനുണ്ട്. പിന്നെ മൂത്ത മോൻ അമ്മയുടെ കൂടെയാണ്. അമ്മ നാട്ടുകാരുമായിട്ട് സഹകരിക്കുന്ന ആളായിരുന്നോ? ഈ അമ്മ ഇപ്പം കുറെ നാളായിട്ട് കിടപ്പാണ്. അങ്ങനെ പുറത്തോട്ടൊന്നും അധികം പോകില്ല. കാലിലൊക്കെ വ്രണം വന്നിട്ട് നടക്കാനൊന്നും പറ്റാത്തൊരു കണ്ടീഷനിലാണ്. അപ്പോൾ നാട്ടുകാർ ഈ പ്രദീപ് ഇങ്ങനെ ആയത് കാരണം ആരും അങ്ങനെ അടുക്കാറില്ല. കാരണം എല്ലാവരും ചീത്ത വിളിക്കലും കാര്യങ്ങളൊക്കെയാണ്. ഒരു സഹോദരി ഉണ്ട് ഈ പ്രദീപിന്. അപ്പോൾ അവരെ വിളിച്ചിട്ടുണ്ട്. അവർ വന്നോ ഇല്ലയോ എന്നുള്ള അറിയില്ല. പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട്, വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആണ് നിലവിലുള്ള. ഏതായാലും ഇത് തന്നെയാണ് ഈ പ്രദേശവാസികളായിട്ടുള്ളവരും പറഞ്ഞത്. സ്ഥിരമായ ഒരു പ്രശ്നക്കാരനാണ് ഈ ഭാഗത്ത് തന്നെ. ഈ വീട്ടിലെ പരിസരവാസികളായിട്ടുള്ള ആളുകളുമായിട്ടൊന്നും യാതൊരു വിധത്തിലുള്ള അടുപ്പവുമില്ലാതെ ഒരു ഒറ്റപ്പെട്ട് കഴിയുന്ന തരത്തിലായിരുന്നു. ഈ സ്ഥിരമായി മദ്യപിച്ചെത്തുന്നത് കൊണ്ട് തന്നെ ഒരു പ്രശ്നക്കാരൻ എന്ന നിലയ്ക്കാണ് ഈ സമീപത്ത്. മകനും ഇളയ മകനും കൂടി അവിടെ താമസിക്കുന്നുണ്ടോ ഇപ്പോ? അതോ ഇന്നലെ ഈ മകനും അമ്മയും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ? ഇവിടെ നിൽക്കുന്ന പ്രദീപും അമ്മയും അതുപോലെ പ്രദീപിന്റെ തന്നെ ഇളയ മകനുമാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഇപ്പോൾ ഇതിൽ ഇന്നലെ ഇളയ മകൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നതിൽ ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ഇന്നലെ രാത്രി പതിവായി മദ്യപിച്ച് എത്തുന്നതിനെ തുടർന്ന് ഇന്നലെ രാത്രി ഒരു വാക്കേറ്റം ഉണ്ടാകുന്നു. ഇതിന്റെ പിന്നാലെയായിരുന്നു ഈ അമ്മയെ കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം ഇന്ന് പുലർച്ചെയോടെ ഈ വീട് മറവ് ചെയ്യുന്നതിനായി കുഴിയെടുക്കുന്നത് ഈ പരിസരവാസികളായ വീട്ടുകാർ കണ്ടതിനെ തുടർന്നാണ് ഇവർ പോലീസിനെ അറിയിച്ചതും. ഇപ്പോൾ ഇവിടെ അല്പം മുമ്പ് വരെ പ്രതി ഇവിടെ ഉണ്ടായിരുന്നു. ഈ പ്രതിയെ പിന്നീട് പോലീസ് സ്റ്റേഷനിലോട്ട് മാറ്റുമായിരുന്നു. അപ്പോൾ തന്നെ ഈ മദ്യത്തിന്റെ ഒരു ആസക്തി വിട്ടുമാറാത്തൊരു നിലയിലായിരുന്നു. അതുകൊണ്ട് ചോദ്യം ചെയ്യലിലടക്കം